നമ്മളിവിടെ ക്രൂയിസ് കയറാൻ നിൽക്കുകയാണ്. നമ്മൾ ഡിന്നർ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ ഓരോ ടീമാരെ ആനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തായ്ലാൻഡ് വേഷത്തിലൊക്കെ ഒരുങ്ങി നിൽക്കുന്ന പെൺപിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഗ്രൂപ്പിന് 7:10 ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞത്. സ്റ്റിൽ വെയിറ്റിംഗ് ഹിയർ ടു ഗെറ്റ് അവർ ടിക്കറ്റ്സ്. നോക്കട്ടെ നമ്മുടെ ക്രൂയിസ് പല ടീമുകളായിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്ലാഗൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോളിഡേയ്സിന് നമ്മളിങ്ങനെ ക്രൂസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കാണുന്നത് തന്നെയാണ് നമ്മുടെ കടലോ നദിയോ എന്തോ. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഓരോ ലൈൻസും ഓരോ ടീമുകളാണ്. നമുക്ക് ഈ സ്റ്റിക്കർ എപ്പോഴും വരും കേട്ടോ. സ്റ്റിക്കർ വന്നേ. ഈ സ്റ്റിക്കർ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ കയറാനേ പറ്റില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സ്റ്റിക്കർ വേണം. കാരണം അത്രയും തിരക്കുണ്ട് ഇവിടെ. സോ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ കയറാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേക്ക് എല്ലാം കാണിക്കാൻ വേണ്ടി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടി വെക്കണം. ഡിന്നർ ക്രൂസിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ടിക്കറ്റ് ഉണ്ടാവുക. ഒരു ക്രൂയിസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടാണ് ഇപ്പോൾ എല്ലാവരും കയറുന്നത്. നമ്മൾ സൈഡിലൊക്കെ കുറേ ആൾക്കാർ നിന്നുണ്ടായിരുന്നു. ഇത്ര പേരും അതിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടേത് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമുക്കിതിൻ്റെ അകത്തോട്ടാണെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. നമ്മൾ അപ്പറാണ് ബുക്ക് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൻ്റെ പേര്. എന്താണ്, ചാവോ പ്രയ പ്രിൻസസ്. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളപ്പോൾ ഇതിലെ ക്രൂസിൽ തന്നെയാണ് കേട്ടോ പോണത്. ഇതേ ക്രൂസിൽ ഇത്രയും പേര് ഒരു ക്രൂസിൽ കൊള്ളുന്ന ഞാൻ ജീവിതത്തിൽ കരുതിയിട്ടില്ല. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഭയങ്കര തിരക്കാണ് ആണുള്ളൂ. നല്ല വലിയ ക്രൂയിസായിട്ടോ. നല്ല വലിപ്പമുണ്ട്, നല്ല ലെങ്തിയാണ്. സോ അതിൽ നമ്മളൊക്കെ കൊള്ളുന്ന വിചാരിക്കുന്നു. നമ്മൾ മുകളിലാണ്, അറിയില്ല. വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ടിക്കറ്റ് ഇവിടെ കാണിക്കണം. നമ്മളങ്ങനെ ടിക്കറ്റ് കാണിച്ചു, നമ്മൾ ഓക്കെ ആയി. ഇനി നമ്മൾ പോവുകയാണ് നമ്മുടെ ഡിന്നർ ക്രൂയിസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡിന്നർ ക്രൂയിസിലോട്ട് നടന്നിരിക്കുന്നു. അവിടെ എല്ലാവരും ഫുള്ളായിട്ടോ. നമുക്കിനി സീറ്റ് കിട്ടുമെന്നാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ടെൻഷൻ. എന്താ അവിടെയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കട്ടോ. ഭയങ്കര നീളമുള്ള ഒരു ക്രൂയിസാണ്. നമ്മളങ്ങനെ ക്രൂസിലോട്ട് കിടക്കുകയാണ് കേട്ടോ. യെസ്, നമ്മൾ 8 ആണ്. അപ്പോൾ ആ വഴിക്കാണെന്നാണ് പറയണത്. നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. 8 മുകളിലാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അല്ലല്ലോ, ഒരേ സാധനം തന്നെ. പിന്നെ ഇപ്പൊ പുറത്തോട്ട് പോകാം. എടാ, ഞാൻ മേലെ നിന്ന് കണ്ടത് തന്നെയാണിത്, വേറെ ഒന്നല്ല. നമ്മളെ സീറ്റ് ഉണ്ടോ? ടിക്കറ്റ് പ്ലീസ്. താങ്ക് യു. നമുക്കിത് കിട്ടി. അങ്ങനെ ഡിന്നർ ക്രൂയിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ 8ലാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ സീറ്റാണ് കിട്ടിയത്. അവിടെ സ്റ്റാർട്ടറായിട്ട് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. നമ്മുടെ ബുഫേ ഐറ്റംസ് ഒക്കെ അവിടെയാണ്. നമ്മളിപ്പം ഓർഡർ ചെയ്യണോ അല്ലെങ്കിൽ അവർ കൊണ്ടുതരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ ഇവിടെയൊക്കെ ഏകദേശം ഫുള്ളായി.
toilet to go downstairs. Right hand side for man, left hand side for woman. Smoking area is back of cruise. Everybody, please do not throw the garbage on the boat. Alright, the buffet line is now open. So please feel free to enjoy our variety. ആദ്യം പറയാം വീഡിയോ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെല്ലാ ദിവസവും ഡിന്നർ കഴിക്കുന്ന സംഭവങ്ങൾ തന്നെ. പക്ഷെ ഇത് ക്രൂസിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നോക്കാം. ഇത്രയും ഐറ്റംസ് ആണ് എടുത്തത്. നൂഡിൽസ് ഉണ്ട്, നാനുണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, പിന്നെ ഒരു തക്കാളിയുടെ എന്തോ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു വെജിറ്റബിളിൻ്റെ ഒരു സലാഡ് എടുത്തിട്ടുണ്ട്, ആൻഡ് സ്വീറ്റ് കോൺ സൂപ്പ്. നമുക്കിവിടെ നൈഫ് ഫോർക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, സ്പൂണൊക്കെ. അപ്പോൾ ഇവിടെ തുടങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. ട്രിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ്, കേക്കുകൾ, പിന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കട്ടെ. അത് ടേസ്റ്റ് ചെയ്തോ. ഇതൊരു ചോക്ലേറ്റിൻ്റെ കേക്കാണ്. ഇത് വേറെ കേക്കാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പുറത്ത് പോകാൻ പറ്റും. ഇവിടെ എങ്ങനെ എടുത്തിട്ടാ ഞാൻ പറഞ്ഞില്ല. ഇവിടെ DJ വരും. അങ്ങനെ ഞങ്ങൾ ഡിന്നർ ക്രൂയിസ് ഇന്ന് ഇവിടെ കഴിയാണ്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ബഹളവും തിരക്കൊക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ യൂറോപ്പിലൊക്കെ പോണ പോലത്തെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇത് അറിയാലോ, ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കും. ഫുഡൊക്കെ നല്ലതായിരുന്നു. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിച്ച മാതിരത്തെ ഡിന്നറൊക്കെ തന്നെയായിരുന്നു. പിന്നെ നല്ല മഴയാണ് പുറത്ത്. സോ അതുകൊണ്ട് നമുക്ക് അത്ര പുറത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രിൻസസ് മരിച്ചതുകൊണ്ട് ഇവിടെ DJ ഒന്നുമില്ലായിരുന്നു. 10-20 ദിവസത്തേക്ക് ദുഃഖാചരണമാണ്. അത് ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്തു. പിന്നെ ഈ മഴയത്ത് ഞാൻ വിചാരിച്ചു ഡിന്നർ ക്രൂസിൽ ഇപ്പം അവർ DJ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നടന്നില്ല, മഴയാണ്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ടേബിളാണ്. അങ്ങനെ 4 ടേബിൾ, 6 പേര്. ഒരുപാട് ഇപ്പോഴും ഇവിടെ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ബാങ്കോക്കിൽ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. അപ്പം ഇനി ചെക്ക് ചെയ്യണം.
അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ഇന്നത്രയ്ക്കേ ഉള്ളൂ. നാളെ നമുക്ക് 2 ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഗോൾഡൻ ബുദ്ധ, മാർബിൾ ബുദ്ധ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. സോ ഇന്നത്തേക്ക് ഇവിടെ തീരുവാണ്. വേറെ ഒന്നും കാണിക്കാനില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. സോ ഗുഡ് നൈറ്റ്. ബൈ ബൈ.